നമ്മുടെ മെഡിക്കൽ കോളേജുകൾ വെന്റിലേറ്ററിലാണ്, ഊർധ്വശ്വാസം വലിക്കുന്നു എന്നൊക്കെ നാം പരിഹസിക്കാറുണ്ട്, സങ്കടപ്പെടാറുണ്ട്. അതേ സമയത്ത് തന്നെ ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും അകത്ത് തളയ്ക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ പോലും മിടുക്കരായ ഗവൺമെന്റ് ഡോക്ടർമാരുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് ഈ അടുത്തിടെ നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് തന്നെ കാണിച്ചു തന്നു. ഇച്ഛാശക്തിയും സമർപ്പണ ബോധവും ഉണ്ട് എങ്കിൽ ഏത് പരാധീനതകളോടും പടവെട്ടി ജയിക്കാൻ കഴിയും എന്ന് കാണിക്കുന്ന ഒരു പിടി ഡോക്ടർമാരാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഉള്ളത്. അവരുടെ ഓരോരുത്തരുടെയും ക്വാളിറ്റി നാം വിശദീകരിക്കാൻ നിൽക്കുകയാണെങ്കിൽ അവരുടെ കൈപുണ്യം തന്നെ ദൈവത്തിൻ്റെ കരങ്ങൾ പോലെ പുണ്യപൂർണമായ കരങ്ങൾ, സ്പർശിച്ചാൽ തന്നെ രോഗം ഭേദപ്പെടുന്ന തരത്തിലുള്ള, വാക്ക് കേട്ടാൽ തന്നെ രോഗം ഒഴിഞ്ഞു പോകുന്ന അത്തരം ഡോക്ടർമാർ ധാരാളമുണ്ട് നമ്മുടെ മെഡിക്കൽ രംഗത്ത്. കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്താണ് സംഭവിച്ചത്? മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിൽ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ AR അനീഷിന്റെ 3 അവയവങ്ങളാണ് വ്യാഴാഴ്ച മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിജയകരമായി മാറ്റിവെച്ചത്. അനീഷിന്റെ 7 അവയവങ്ങൾ ദാനം ചെയ്തതിൽ ശ്വാസകോശം, ഹൃദയം, ഒരു വൃക്ക എന്നിവയുടെ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളായിരുന്നു കോട്ടയത്ത് നടന്നത്. മെഡിക്കൽ കോളേജിലെ കാർഡിയോ വാസ്കുലർ തൊറാസിക് സർജറി വിഭാഗം തലവനും ആശുപത്രി സൂപ്രണ്ടുമായ ഡോക്ടർ TK ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരാണ് ഈ അഭിമാന നേട്ടം സാധ്യമാക്കിയത്. സംസ്ഥാനത്ത് സർക്കാർ മേഖലയിൽ ആദ്യത്തെ കരൾ, ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നതും കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. വ്യാഴാഴ്ച നടന്നത് 250ാം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും. ഇപ്പൊ ശസ്ത്രക്രിയ ഉപകരണക്ഷാമവും മനുഷ്യക്ഷാമവും അടക്കം ഒട്ടേറെ പരിമിതികളുടെ ഇടയിലാണ് നമ്മുടെ സർക്കാർ ആതുരാലയങ്ങൾ കടന്നു പോകുന്നത്. ജീവൻ കയ്യിലെടുത്ത് ആശുപത്രിയിലേക്ക് ഓടിയെത്തുന്ന സാധാരണക്കാർക്ക് ആവശ്യമായ ശുശ്രൂഷ എത്രയും വേഗം മികച്ച രീതിയിൽ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ മെഡിക്കൽ കോളേജിലെ ഒട്ടുമിക്ക ഡോക്ടർമാർ. വളരെ ഇപ്പോൾ ഉദാഹരണം ഡോക്ടർ ഹാരിസിന്റെ കാര്യം തന്നെ നമുക്കറിയാം. അദ്ദേഹം ഇല്ലായ്മയും വല്ലായ്മയും ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് നാം നമ്മുടെ മെഡിക്കൽ രംഗത്തെ പറ്റി കൂടുതൽ അവബോധമുള്ളവരായി തീർന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഡോക്ടർ ഹാരിസ്മാർ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നതാണ്. വേണ്ടത്ര സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും കിട്ടിയിരുന്നു എങ്കിൽ എത്രയെത്ര കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ തന്നെ നടത്തുമായിരുന്നു എന്നതും നാം ഓർക്കണം. അപ്പൊ നമ്മുടെ സിസ്റ്റം തീർച്ചയായിട്ടും വലിയ പാകപ്പിഴകളുള്ള സിസ്റ്റമാണ്, യാതൊരു സംശയവുമില്ല. ഈ സിസ്റ്റത്തിന്റെ കൂടെ നിന്നാണ്, ഓർക്കണം, നമ്മൾ കാരുണ്യ ലോട്ടറി എന്നൊരു ലോട്ടറി സിസ്റ്റം കൊണ്ടുവരുന്നത്. അതിന്റെ ഉപജ്ഞാതാവ് ഒരു ഡോക്ടറായിരുന്നില്ല, ഒരു IAS കാരനായ ബിജു പ്രഭാകർ ആയിരുന്നു. അദ്ദേഹം ലോട്ടറീസ് ഡയറക്ടർ ആയിരുന്നപ്പോഴാണ് ധനമന്ത്രിയായിരുന്ന KM മാണിയുടെ കാലത്ത് ഇങ്ങനെ ഈ ഒരു ലോട്ടറി, ഒരു കാരുണ്യ ലോട്ടറി എന്നൊരു ലോട്ടറി കൊണ്ടുവന്ന് പാവപ്പെട്ട രോഗികളെ പ്രധാനപ്പെട്ട രോഗങ്ങൾക്കായി ശുശ്രൂഷിക്കാൻ അങ്ങനെ സംഭരിക്കുന്ന പണം ഉപകരിച്ചുകൂടെ എന്ന ഒരു ആവശ്യവുമായി അദ്ദേഹം ധനമന്ത്രിയെ സമീപിക്കുന്നത്. ധനമന്ത്രി അത് യെസ് മോളുന്നു. അങ്ങനെയാണ് കാരുണ്യ ലോട്ടറി ഉടലെടുക്കുന്നത്. ആ കാരുണ്യ ലോട്ടറി വഴി 5 പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായതും ഏറ്റവും പണച്ചെലവുള്ളതുമായ ചികിത്സകൾക്ക് വേണ്ടിയാണ് വിവിധ ആശുപത്രികളുമായി, അതായത് ഈ ശുശ്രൂഷ കാരുണ്യ ലോട്ടറി വഴിയായിട്ട് കിട്ടുന്ന പണം ഉപയോഗിച്ച് ഒരു ലോട്ടറി ഒരു ഇൻഷുറൻസ് തന്നെ കാരുണ്യ ഇൻഷുറൻസ് സ്കീം തന്നെ കൊണ്ടുവരുന്നു. അതിനോട് സ്വകാര്യ ആശുപത്രികളും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളും പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളും ഒക്കെ ചേരുന്നു. അങ്ങനെ ചേർന്ന് ശുശ്രൂഷ നടത്തുന്ന കൂട്ടത്തില് 197 സർക്കാർ ആശുപത്രികളും അതുപോലെ തന്നെ 364 സ്വകാര്യ ശുശ്രൂഷ കേന്ദ്രങ്ങളുമാണ് കാരുണ്യ ബെനവലൻസ് സ്കീമില് ഉൾപ്പെട്ട് ശസ്ത്രക്രിയകളൊക്കെ നടത്തുന്നത്. ഈ രണ്ടാമത്തെ പിണറായി ഗവൺമെന്റിന്റെ വരവിന് ശേഷം തന്നെ 4618 കോടിയോളം രൂപ കാരുണ്യ സ്കീം വഴിയായിട്ട് ഗവൺമെന്റ് ചെലവഴിച്ചു, പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ചെലവഴിച്ചു എന്നാണ് നമ്മുടെ ധനമന്ത്രി ബാലഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്.
പക്ഷേ 4618 കോടി കൊടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷെ 2500 കോടിയോളമാണ് ഇപ്പോഴും ഈ പറയപ്പെട്ട സ്വകാര്യ ആശുപത്രികൾക്ക് കൊടുക്കാനുള്ള കുടിശ്ശികയായിട്ട് കിടക്കുന്നത്. അങ്ങനെ കുടിശ്ശികയായിട്ട് കിടക്കുന്നത് കാരണം ഞാനിപ്പോ ഈ പറഞ്ഞ 364 സ്വകാര്യ ആശുപത്രികളിൽ പലതും ഇത് വിട്ടുപോവുകയും ഈ കാരുണ്യ ബെനവലന്റ് സ്കീം വിട്ടുപോവുകയാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ നോക്കി, ബജറ്റ് ഡോക്യുമെന്റ് എടുത്ത് നോക്കി, ഈ കഴിഞ്ഞ 2024-25 വർഷം ലോട്ടറി വഴിയായിട്ട് എന്തുമാത്രം പണം ആണ് ഗവൺമെന്റിന് സമാഹരിക്കാൻ പറ്റിയത്. അപ്പോഴാണ് മൂക്കത്ത് വിരൽ വെച്ച് പോകുന്നത്. അതായത് 12,344 കോടി രൂപയാണ്, കോടി രൂപ കഴിഞ്ഞ് കുറച്ച് ചില്ലറ ലക്ഷങ്ങളും കൂടി ഉണ്ട് രൂപ, അതായത് 12,344 കോടി രൂപയാണ് ലോട്ടറിയിൽ നിന്ന് തന്നെ ഗവൺമെന്റ് സമാഹരിച്ചിട്ടുള്ളത് 2024-25. അപ്പൊ ആ 2024-25 പീരീഡ് 4,618 കോടി മാത്രം, 12,344 കോടി സമാഹരിച്ചു ലോട്ടറിയിൽ നിന്ന്. ഒരുപക്ഷെ മുഴുവനും കാരുണ്യ ലോട്ടറിയിൽ നിന്നായിരിക്കത്തില്ല, പലതരം ലോട്ടറികളുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ഭാഗം വരുന്നത് കാരുണ്യ ലോട്ടറിയിൽ നിന്ന് തന്നെയാണ്. കാരുണ്യ ലോട്ടറി എടുക്കുന്നവരൊക്കെ തന്നെ ലോട്ടറി മോഹിച്ചല്ല, ഇത് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി കൊടുക്കുന്ന പണം എന്ന ഒരു ചാരിറ്റി ചെയ്യുന്നു എന്ന ബോധത്തോടു കൂടിയാണ് കാരുണ്യ ലോട്ടറി ടിക്കറ്റുകൾ എടുക്കുന്നത്. അങ്ങനെ എടുത്ത് അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ തുക ഈ ലോട്ടറിയുടെ നിന്ന് സംഭരിക്കുന്നതിൽ. അപ്പൊ അങ്ങനെ കിട്ടിയ 12,344 കോടി ഉള്ളിടത്താണ് ഈ പറയപ്പെട്ട 4,618 കോടി ഗവൺമെന്റ് ചെലവഴിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ബാക്കി പണം എവിടെ പോയി? അതിനുവേണ്ടി മാത്രമാണ് കാരുണ്യ ലോട്ടറി കൊണ്ടുവന്നത്. എന്നിട്ട് അതിൽ നിന്ന് കിട്ടിയ പണം മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി വകമാറ്റി ചെലവഴിച്ചു എന്ന് പറയുന്നത് തന്നെ ഗവൺമെന്റ് ആരെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. അതായത് ഒട്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് CAG എല്ലാ റിപ്പോർട്ടുകളിലും ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ് പിണറായി ഗവൺമെന്റിന്റെ വകമാറ്റി ചെലവഴിക്കൽ. അതുകൊണ്ടാണല്ലോ നമ്മുടെ കാർഷിക വികസനത്തിന് വേണ്ടി ADB ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് തന്ന പണം പോലും വകമാറ്റി ചെലവഴിച്ച് ഡോക്ടർ B അശോകിനെ തലങ്ങും വിലങ്ങും ട്രാൻസ്ഫർ എന്നും പറഞ്ഞൊക്കെ പേടിപ്പിച്ച് ഓടിച്ചത്. അപ്പൊ ഈ തരത്തിലാണ് ഗവൺമെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അതുകൊണ്ട് നമുക്കറിയാം, ഇങ്ങനെ ചെയ്യുന്ന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസം, അതായത് ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ പോലും തിരിച്ചെടുക്കാൻ വേണ്ടി 160 കോടിയോളം രൂപയാണ് ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിറ്റ വഴിയിൽ ആ കമ്പനികൾക്ക് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ കൊടുക്കാനുള്ളത്. അപ്പോൾ നിവൃത്തിയില്ല, അവര് വളരെയധികം ശ്രമിച്ചിട്ടും ആ പണം കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. 160 കോടി എന്ന് പറയുന്നത് ചെറിയ തുകയല്ല. അപ്പൊ ആ കമ്പനികളൊക്കെ തിരിച്ചു വന്ന് ആ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാനായിട്ട് നടത്തിയ ശ്രമങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് ഒക്ടോബർ 20-നാണ് OP ക്ലിനിക്സ് ബോയ്ക്കോട്ട് ചെയ്തത്. അവർ നേരത്തെ തന്നെ ഇൻഫർമേഷൻ കൊടുത്തു, ഞങ്ങൾ സീനിയർ ഡോക്ടേഴ്സ് ആരും OP-യിൽ നിങ്ങളെ ശുശ്രൂഷിക്കാൻ ഉണ്ടാവുകയില്ല, അതുകൊണ്ട് കഴിവതും വരരുത് എന്ന് തന്നെ ഇൻഫർമേഷൻ കൊടുത്തു. എങ്കിലും അവർക്ക് അറ്റകൈ പ്രയോഗം എന്ന രീതിയിൽ അത് ചെയ്യേണ്ടി വന്നു. കാരണം ശസ്ത്രക്രിയ ഉപകരണങ്ങൾ കിട്ടുന്നില്ല, ആൻജിയോപ്ലാസ്റ്റി തൊട്ടുള്ള എല്ലാ ഹൃദയവുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ എല്ലാത്തരം, അതാണല്ലോ ഏറ്റവും, അതായത് ജീവൻ മരണ പോരാട്ടവുമായി വരുന്നവർക്ക് നടത്തി കൊടുക്കേണ്ടതായ ചികിത്സകൾ പോലും നടത്താൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഗവൺമെന്റ് അത്യാവശ്യമായിട്ട് പൊതുജനം ഓർത്തിരിക്കുകയും ജനങ്ങളെ ഗവൺമെന്റിനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ കാരുണ്യ ബെനവലന്റ് സ്കീം വഴിയുള്ള പണമെങ്കിലും വകമാറ്റി ചെലവഴിക്കാതെ ഇവിടുത്തെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി അത് മാറ്റിവെക്കുക. അതുപോലെ തന്നെ ശസ്ത്രക്രിയ ഉപകരണങ്ങളോ മരുന്നുകളോ ഒന്നും ലഭ്യമല്ലാത്ത അവസ്ഥയിൽ ഡോക്ടേഴ്സിനെയാണ് പേഷ്യൻസ് വഴക്കുണ്ടാക്കുക. നമുക്കറിയാം വടക്ക് സംഭവിച്ച കാര്യം, അതായത് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച മകളുടെ ചികിത്സ സമയത്ത് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ അച്ഛനാണ് ഡോക്ടറെ മാരകമായ രീതിയിൽ പരിക്കേൽപ്പിച്ചത്. അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആശുപത്രികളുടെ ഇതുപോലെയുള്ള നിരാലംബത്വം കൊണ്ടാണ്. അപ്പൊ അവർക്ക്
നല്ലവണ്ണം നമ്മുടെ അതായത് ആരോഗ്യരംഗം എന്നിട്ടും പുരപ്പുറത്ത് നിന്ന് നമ്മുടെ ഡോക്ടേഴ്സിന് നമ്മുടെ ഗവൺമെന്റിന് പറയാൻ ഒരു മടിയില്ല. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യ 1ാം സ്ഥാനത്താണ് എന്ന് വിളിച്ചു പോവാൻ ഒരു മടിയുമില്ല. അതായത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ ഉന്നമനം, അതുകൊണ്ടാണ് അതുപോലെ ലോഞ്ചിവിറ്റി, ആയുരാരോഗ്യം, ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് 4 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 1ാം ഇത് വരാൻ. 1 ആരോഗ്യം, 2 വിദ്യാഭ്യാസം, 3 ആയുഷ്കാലം അതായത് ആയുർദൈർഘ്യം, 4 പെർ ക്യാപിറ്റ ഇൻകം അതായത് പോഷക സമൃദ്ധമായ ജീവൻ നിലനിർത്താൻ പറ്റുന്നു എന്നുള്ളത്. ഈ 4 ഫാക്ടേഴ്സും ഏറ്റവും മുൻപിൽ നിന്നാലാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലെ 1ാം സ്ഥാനത്ത് എത്തുക. അപ്പൊ അങ്ങനെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്താണ് എന്ന് പുരപ്പുറത്ത് നിന്ന് കാഹളം മുഴക്കുന്നവർ അറിയുന്നില്ല. മെഡിക്കൽ കോളേജുകളിൽ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ പോലും ഇല്ല. ആ ഉപകരണങ്ങൾ വിറ്റതിന്റെ 160 കോടി കുടിശ്ശിക തേടിയാണ് കമ്പനികൾ അത് ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ വന്ന് സമ്മർദ്ദം ചെലുത്തുന്നത് നമ്മളെല്ലാം കണ്ടത്. അപ്പൊ ഈ അവസ്ഥയിൽ നിന്ന് നമ്മുടെ അതുപോലെ തന്നെ വേറൊന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് 14 ജില്ലകളിലും ഓരോ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നത്. എന്തുകൊണ്ടാണ് വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് അദ്ദേഹം പ്രഖ്യാപിച്ചത്? കാരണം വയനാട്ടിലെ ജനങ്ങൾ അതായത് ആന തൊഴിച്ചിട്ടാലും ആന തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തിയാലും ചികിത്സയ്ക്ക് വേണമെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരണം. അതുപോലെയാണ് ഏത് പ്രധാനപ്പെട്ട രോഗം ബാധിച്ചാലും പെട്ടെന്ന് തന്നെ ഹൃദയാസ്വസ്ഥ്യമുണ്ടായി പെട്ടെന്ന് ചികിത്സ കിട്ടണം, അപ്പോഴും കോഴിക്കോട് വരെ പോകണം. ചുരമിറങ്ങി കോഴിക്കോട് ചെല്ലണമെങ്കിൽ 5-8 മണിക്കൂർ നേരത്തെ സമയമാണ്. ആ സമയം കൊണ്ട് രോഗി മരിച്ചിരിക്കും. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഹൃദയാലുവായിരുന്ന ഉമ്മൻചാണ്ടി വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ്, ഇടുക്കിയിൽ ഒരു മെഡിക്കൽ കോളേജ്, അങ്ങനെ എല്ലാ ജില്ലകളിലും ഓരോ മെഡിക്കൽ കോളേജ് എന്നുള്ള തീരുമാനം എടുത്തത്. വയനാട്ടിലെ പേരിന് ഒരു മെഡിക്കൽ കോളേജ് വന്നു. പക്ഷേ പിണറായി വിജയന് കഴിഞ്ഞ രണ്ട് ഭരണകാലത്തും LDF ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ പദവിയിലേക്ക് ഉയർത്താൻ വേണ്ടി യാതൊന്നും ചെയ്തില്ല. ഇപ്പോഴാണെങ്കിൽ മെഡിക്കൽ കോളേജ് എന്നുള്ള സാങ്ഷൻ കിട്ടാൻ വേണ്ടി, കേന്ദ്രത്തിൽ നിന്ന് സാങ്ഷൻ കിട്ടാൻ വേണ്ടി മറ്റെവിടെ നിന്നോ ഉള്ള ഡോക്ടേഴ്സിനെ അവിടെ കൊണ്ടുവന്ന് ചാർജിട്ട് അത് കാണിച്ച് മെഡിക്കൽ കോളേജുകൾക്ക്, അതായത് ഇടുക്കി, കോട്ടയം, കാസർഗോഡ് പോലെയുള്ള സ്ഥലങ്ങളിലെ മെഡിക്കൽ കോളേജുകൾക്കൊക്കെ അംഗീകാരം നേടുന്ന കുൽസിത മാർഗം സ്വീകരിച്ചതായി നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ടു. അതൊന്നുമല്ല വേണ്ടത്. വയനാട് പോലെയുള്ള ജില്ലകളിൽ ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ അത്യന്താപേക്ഷിതമാണ്. അതിന്റെ ദുരിതം പേറുന്നവർക്കെല്ലാം അറിയാം. അവിടെ നിന്ന് ഒരു രോഗിയെയും കൊണ്ട്, അങ്ങനെ തന്നെയാണ് അവിടുന്ന് ഒരുപാട് രോഗികൾ ഓൺ ദ വേ, അതായത് വയനാടിന്റെ അരികിൽ നിന്ന് കുറുവാദ്വീപിന്റെ ഭാഗത്ത് നിന്നൊക്കെ കോഴിക്കോട് വരെ എത്തണമെങ്കിൽ ഒരു 10 മണിക്കൂറെങ്കിലും യാത്ര ചെയ്യണം. അങ്ങനെ വരുമ്പോഴേക്കും സാധാരണ രീതിയിൽ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുന്ന രോഗികളൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. അപ്പൊ ഇതൊക്കെ ഗവൺമെന്റ് മനസ്സിലാക്കിക്കൊണ്ട് ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് വേണ്ടത്. വരുന്ന ഫണ്ട് മുഴുവനും സ്വന്തം മുഖം വൃത്തിയാക്കാൻ, വികൃതമാണ് മുഖം, അതെല്ലാവർക്കും അറിയാം. വികൃതമായ മുഖം ഉള്ളത് കൊണ്ടാണ് ഒരു ഗവൺമെന്റ് ഇതുപോലെ ചെയ്യരുതാത്ത കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. സ്വന്തം മുഖച്ഛായ വൃത്തിയാക്കാൻ വേണ്ടി റീൽസ് ഇറക്കുകയല്ല വേണ്ടത്. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചെറുവിരൽ അനക്കിയെങ്കിലും സഹായിക്കുകയാണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്. ആ ചെറുവിരൽ അനക്കം ആദ്യം കേൾക്കേണ്ടത് ആരോഗ്യ രംഗത്താണ്. അത് കഴിഞ്ഞ് വേണം വിദ്യാഭ്യാസ രംഗത്ത് വരാനായിട്ട്. അപ്പൊ ആരോഗ്യവും വിദ്യാഭ്യാസവും നന്നായി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നാടിന് സമൃദ്ധിയിലേക്കും നന്മയിലേക്കും കുതിക്കാൻ കഴിയും. അതിന് ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നില്ല എന്നുള്ളത് പൊതുജനം മനസ്സിലാക്കണം, ഗവൺമെന്റും മനസ്സിലാക്കണം. അങ്ങനെ മെഡിക്കൽ കോളേജുകളെ ഈ വെന്റിലേറ്ററിൽ നിന്ന് ഉയർത്തണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ കണ്ടതുപോലെ അതിപ്രഗത്ഭരായ ഡോക്ടർമാർ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജുകളാണ് നമുക്കുള്ളത്. പക്ഷെ അവർക്ക് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യമില്ല, മരുന്നുകളില്ല, ഉപകരണങ്ങളില്ല. അങ്ങനെ അവർ വെറുതെ അവിടെ ജീവനോപാധി തേടി നിൽക്കുന്നവരെ പോലെ കഴിഞ്ഞു പോകേണ്ടി വരുന്നു. അവർ തന്നെ ഒരു ഡോക്ടറായി കണ്ടെത്തേണ്ട അനുഭവ പാഠങ്ങൾ, അതിനൊന്നും അവർക്ക് അവസരം കിട്ടുന്നില്ല. അങ്ങനെ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കത്തക്ക ഒരു രീതിയിലേക്ക് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഉയർത്തെഴുന്നേറ്റ് വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.